നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയുടെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ KN ബാലഗോപാലിന്റെ ബജറ്റ്. കേരളം ഒരു ടേക്ക് ഓഫിന് തയ്യാറെടുത്തിരിക്കുന്നു അത്രേ. ധനഞെരുക്കം ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചില്ല. അതുപോലെ യാഥാർത്ഥ്യബോധത്തോടെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്നും പറയുന്നുവെന്നാണ് ബാലഗോപാലിന്റെ വാക്കുകൾ. എങ്ങനെ പ്രതിസന്ധി മറികടന്നു? ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന പതിവ് പല്ലവി ആവർത്തിച്ചാണ് എങ്ങനെ മറികടന്നു എന്നതിലേക്ക് ബാലഗോപാൽ വരുന്നത്. 10ാം ധനകാര്യ കമ്മീഷന്റെ വിഹിതവും 15ാം കമ്മീഷൻ നൽകിയതും പോലെയുള്ള പതിവ് വാചക കസർത്തുകൾക്ക് ശേഷം നികുതിയേതര വരുമാനം കൂട്ടാൻ കഴിഞ്ഞത് പ്രതിസന്ധി മറികടക്കാൻ കാരണമെന്ന് അവകാശവാദം. കേന്ദ്ര അവഗണന എന്ന ആയുധം ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥതയും ധൂർത്തും മറച്ചുവെക്കാൻ എത്ര നാൾ വില പോകും? കേന്ദ്ര അവഗണന എന്ന ആരോപണത്തെ പിന്തുണച്ചിരുന്ന പ്രതിപക്ഷം പോലും യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റെന്ന് ആക്ഷേപിക്കുമ്പോൾ കേന്ദ്രത്തെ പറഞ്ഞ് എത്ര നാൾ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും.